ഹലോ, നമുക്കിന്ന് ക്ലേ കൊണ്ടൊരു ട്രേ ഉണ്ടാക്കിയാലോ? ഒരു ഇലയുടെ ഷേപ്പിലുള്ളൊരു ട്രേ. ഈ ക്ലേ വെച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ അത് ഉണ്ടാക്കാനും, ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സാധനങ്ങൾ കാണാനും. ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ദേ, ക്ലേ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് പരത്താം. കറക്റ്റ് റൗണ്ടൊന്നും ആവണ്ടെന്ന്, ആ തിക്നെസ് മാത്രം ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. തിക്നെസ് എല്ലായിടത്തും ഒരേപോലെ തന്നെ വരത്തണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇല്ലേ, നമുക്ക് ഏത് ഇലയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഇലയുടെ ഷേപ്പ് ഒരു പേപ്പറിനകത്ത് അങ്ങോട്ട് വെട്ടാം. എന്നിട്ട് നമ്മൾ ആ പരത്തിയ ക്ലേനകത്ത് ഈ ഇല അങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി വെക്കാം. എന്നിട്ട് പിന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡോ എടുത്തിട്ട് ആ ഇലയുടെ ഷേപ്പിൽ തന്നെ ആ ക്ലേ ഒന്ന് വെട്ടിയെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന ക്ലേയൊക്കെ അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ പേപ്പർ അങ്ങോട്ട് പറിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പേപ്പറിനകത്ത് ഇല വരച്ചപ്പോഴേ ആ ഇലയുടെ ഉള്ളിൽ 2 വട്ടവും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലേനകത്തും കൂടി വേണ്ടേ. അപ്പോൾ അതുപോലെ ജസ്റ്റ് 2 വട്ടം വരക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്ലേക്ക് അങ്ങോട്ട് തോണ്ടി കളയാം. കണ്ട, അപ്പം നമ്മൾ പേപ്പറിനകത്ത് വരച്ച പോലത്തെ തന്നെ ഇല നമുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മില്ലേ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ എടുത്ത് അമർന്നു പോവും. പിന്നെ ഇത്തിരി വെള്ളം കൊണ്ടില്ലേ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കാം. എല്ലാ സൈഡും അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കൈയും കൊണ്ട് പതുക്കെ പതുക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടൂട്ടാ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഇലക്ക് 2 വര വേണ്ടേ, നടുക്കിങ്ങനെ വര ഉണ്ടാവൂലേ ഇലയിടാ. ദേ അതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു കുഴിയൻ പാത്രം എടുത്തിട്ടേ പഴയ ഏതെങ്കിലും ഒരു തുണിയും കൂടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പയ്യെ ഈ ഇല അങ്ങോട്ട് കൊണ്ട് വെക്കാം. എന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ താഴ്ത്തി കൊടുത്ത് കഴിയുമ്പോഴില്ലേ ഇതിങ്ങനെ ചെറുതായിട്ട് കുഴിഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഉണക്കിയെടുക്കാം. മൊത്തം ഉണങ്ങി കിട്ടാനില്ലേ ഒരു ദിവസമൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ വെയിലിൻ്റെ അടിയിൽ കൊണ്ട് വെക്കരുത് കേട്ടോ. അപ്പം ഇല്ലേ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവും. അപ്പം സാവധാനം റൂം ടെമ്പറേച്ചറിനകത്ത് ഉണങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ സാൻഡ് പേപ്പർ എടുത്തിട്ട് പുറകിലൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഉരച്ചൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം ഇല്ലേ നമുക്ക് പെയിൻ്റ് അടിക്കണ്ടേ. അതിനു വേണ്ടി നമുക്ക് ഗ്രീൻ കളറിനകത്ത് ഒരു ഇച്ചിരി ബ്ലാക്കും കൂടി ചേർക്കുമ്പോഴേക്കും നല്ല കരിപ്പച്ച കളർ കിട്ടും. അതങ്ങോട്ട് മൊത്തം അങ്ങോട്ട് അടിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ടത് മൊത്തത്തിൽ ബാക്കിലും ഫ്രണ്ടിലും അടിച്ചു കഴിയുമ്പോഴേ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഇതുപോലെ ആ സൈഡിൽ മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഷെയ്ഡ് പോലെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഗോൾഡൻ കളർ എടുത്തിട്ടില്ലേ ഈ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. സൈഡിലും ആ വട്ടത്തിൻ്റെ ഉള്ളിലും പിന്നെ ആ ഇലയുടെ ഇടയിലൊക്കെ എല്ലായിടത്തും അങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ ഉണങ്ങിക്കഴിയുമ്പോഴേക്കും ഒരു വാർണിഷ് എടുക്കുക, മൊത്തത്തിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം. ഈ സംഭവം അങ്ങനെ അടിച്ചു കഴിയുമ്പോഴേ നല്ല ഗ്ലേസിങ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ കളറൊന്നും പോവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ. ഈ വാർണിഷും കൂടെ ഉണങ്ങിക്കഴിയുമ്പോഴില്ലേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് വെച്ചോ. നമ്മുടെ വളയെ മാലയെ കമ്മല മോതിരോ ചുമ്മാ ഒരു രസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.